ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് നാലാം മത്സരത്തിനായിട്ട് ടീമുകൾ തയ്യാറെടുക്കുകയാണ്. 2-1 നിലവിൽ ഇന്ത്യയാണ് ഈ ഒരു സീരീസ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇംഗ്ലണ്ടിനെതിരെ. ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ സൈഡിലേക്ക് ചെറിയൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ടെന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് റിങ്കു സിംഗ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പരിക്ക് മാറി അദ്ദേഹം ഫിറ്റാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ധ്രുവ് ജുറലിന് പകരമായിട്ട് ലെവലിലേക്ക് റിങ്കു വരാനുള്ള സാധ്യതകൾ ഹൈ ആണെന്നാണ് കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഇനി നമ്മുടെ ലെവലിൽ വേറെ വലിയ ചേഞ്ചുകളൊന്നും വരാൻ സാധ്യതയില്ല. ബോളിംഗ് സൈഡിൽ നമ്മുടെ ഏറ്റവും വലിയ വെപ്പൺ ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വരുൺ ചക്രവർത്തി എന്ന് തന്നെ പറയണം. കാരണം ആ ഒരു മിസ്റ്ററി സ്പിന്നറിനെ നേരിടാൻ ഇപ്പോഴും ഇംഗ്ലണ്ട് പഠിച്ചിട്ടില്ല. അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ബാറ്റിംഗ് സൈഡിലാണ് കുറച്ച് പ്രശ്നങ്ങൾ നിലവിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പണിംഗ് സൈഡിൽ സഞ്ജു സാംസണ് കാര്യമായിട്ട് തിളങ്ങാൻ സാധിക്കാത്ത ഇന്ത്യക്ക് നല്ല തിരിച്ചടിയാവുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ അത്യാവശ്യം സ്കോർ വരുത്തുന്നില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. നേരെ മറിച്ച് അഭിഷേക് ശർമ്മയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10-14 ബോളുകളെ കളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബോളുകൾ കളിക്കുന്നതുകൊണ്ടുള്ള ഗുണം ടീമിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 10-30 റൺ അല്ലെങ്കിൽ 25 റൺസിന് മുകളിൽ ഗ്യാരണ്ടീഡ് ആണ് അഭിഷേക് ശർമ്മയുടെ ഭാഗത്ത് നിന്ന്. അത് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അധികം ബോളുകൾ കളയുന്നുമില്ല. നേരെ മറിച്ച് സഞ്ജു സാംസണിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ 3 മത്സരങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആർച്ചറിന് ഇരയാകുന്ന സഞ്ജുവിനെയാണ് കാണുന്നത്. പേസിനെതിരെ നന്നായിട്ട് തന്നെ ആൾ ബീറ്റനായി പോകുന്നുണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്ന ആദ്യത്തെ മത്സരത്തിൽ ആ ഒരു ഓരോ ഓവറിൽ നേടിയ ആ റൺസ് അല്ലാതെ പിന്നീട് സഞ്ജു സാംസൺ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ ക്യാപ്റ്റനിലേക്ക് വന്നു കഴിയുമ്പോൾ സൂര്യകുമാർ യാദവിനും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്കോർ നേടാൻ സാധിക്കാതെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതും ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിംഗ് സൈഡിൽ വലിയൊരു തിരിച്ചടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ധ്രുവ് ജുറലിന് കാര്യമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നില്ല. മത്സരത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അതിന് പകരം റിങ്കു സിംഗ് വരുമെന്ന്. എന്തായാലും ഇന്ത്യൻ ബാറ്റിംഗ് നേരെ കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതുണ്ട്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും ബോളിംഗ് സൈഡിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ മഹാരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ല റൺസ് വഴങ്ങുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ളൊരു ബോളിംഗ് യൂണിറ്റിനെ ആയിരിക്കും ഇന്ത്യ അവിടെ ഇറക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ചിലപ്പോൾ വലിയ ചേഞ്ചുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് കാരണം ഒരു 200 റൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ്. അത്യാവശ്യം റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ്. പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കാണണമെന്നും കൂടിയുണ്ട്. ആ ഒരു നമുക്കറിയാം സൂര്യകുമാർ യാദവ് കൂടുതലും ടോസ് കിട്ടുമ്പോൾ ആ ചേസിന് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കാണണമെന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നമ്മൾ ചേസിലേക്കാണ് പോയത്. അവസാന മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഹാർദിക് പാണ്ഡ്യ ഫോമിലേക്ക് ഉയർന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സഞ്ജുവിനെ സംബന്ധിച്ചും സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചും വളരെയധികം നിർണായകമാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി റിമൈൻ ചെയ്യുന്ന 2 മത്സരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ്. ബൈ ബൈ ഗൈസ്.